മലയാളം മിഷന്റെ കൈകയിലുള്ള പഠന കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയും അന്തസത്തെയും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സായാഹ്ന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മലയാളം മിഷൻ പഠിതാക്കൾക്കായി തയ്യാറാക്കിയ ഭരണഘടന സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കൈഗ ടൗൺഷിപ്പിലെ ഉദ്യാനത്തിൽ വെച്ച് ക്ലാസ് സംഘടിപ്പിച്ചത്. കൈഗ ആണവ നിലയത്തിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥനും സാഹിത്യ ആസ്വാദകനുമായ ശ്രീ വിഷ്ണുനാരായണനാണ് പഠന ക്ലാസ് നയിച്ചത്. മലയാളം മിഷൻ പഠിതാക്കളും അധ്യാപകരും ഭാഷാസ്നേഹികളും ഉൾപ്പെടെ 40ഓളം പേർ പഠന ക്ലാസ്സിൽ പങ്കെടുത്തു. മലയാളം മിഷന് കീഴിൽ മലയാള ഭാഷാ പഠനം നടത്തിവരുന്ന പ്രവാസി മലയാളി കുട്ടികളിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന മലയാളം മിഷന്റെ ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ ചേർത്ത് നിർത്താൻ ഈ പഠന ക്ലാസ്സിലൂടെ കഴിഞ്ഞു. മലയാളം മിഷൻ കൈഗ സെക്രട്ടറി ശ്രീ ബിനിൽ ടി.ആർ. സ്വാഗതവും കോർഡിനേറ്റർ ശ്രീ രാജീവ് എംബാല നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അന്ന് മുതൽ ഭരണഘടന മൊത്തം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മലയാളം മിഷന്റെ പഠിതാക്കളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറിയ ചെറിയ മൊഡ്യൂളുകളായിട്ട് ഉൾപ്പെടുത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടന, അതിലെ കണ്ടന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ ആദ്യം പറഞ്ഞു എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതെന്താണത്? ഒരു ഡോക്യുമെന്റ് ആണ് അത് ഭരണഘടന. ഈ ഭരണഘടനയുടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ആമുഖം എന്ന് പറയുന്ന കഴിഞ്ഞ് പറഞ്ഞു നമുക്കൊരു ഭരണഘടന വേണം എന്നാ ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞിട്ട് ഒരു അസംബ്ലി ഉണ്ടാക്കി. അപ്പൊ അവര് ആ അസംബ്ലി ഇന്ന് ഭരണഘടന ഉണ്ടാക്കി. അതിനെ നമ്മൾ അംഗീകരിച്ച ഡേറ്റ് രാജ്യമാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്യുലർ ആണ്, മതേതരമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡെമോക്രാറ്റിക്, ജനാധിപത്യപരമാണ്, റിപ്പബ്ലിക്കാണ്. ഇത്രയും ഇന്ത്യയുടെ പ്രത്യേകതകളാണ്. മനസ്സിലായല്ലോ? അതും അപ്പൊ മൂന്നാമത്തെ കാര്യമായി ഭരണഘടന അഡോപ്റ്റ് ചെയ്തെന്നാന്ന് പറഞ്ഞു. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? അവസരം. ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. സോവറിനിറ്റി, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നല്ല. അടുത്തത് എന്താണ്? ജനാധിപത്യം, ഡെമോക്രാറ്റിക്. ചെറിയ വാക്കാണ്, പക്ഷെ ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കാണ്, ഒരുപാട് മീനിങ് ഉള്ള വാക്കാണ്. ഓക്കെ, ചെറിയ വാക്ക്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഡെമോക്രസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് എവിടെ നിന്ന്, ഏത് ഭാഷയിൽ നിന്ന് വന്നാന്നറിയോ? ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡെമോക്രസി എന്നുള്ളത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ജനാധിപത്യപരമായിട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യനെക്കാളും കൂടുതൽ പോപ്പുലേഷനുള്ള കൺട്രി ഉണ്ടോ? ചൈനയുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം? അത് ഡെമോക്രാറ്റിക് അല്ല. അതെന്താന്ന് ഞാൻ പറയാം. കാരണം ഓക്കെ, മൊത്തം 10 വാക്കുകൾ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ. പിന്നെ വെരി ഗുഡ്. ഇത്രയും വാക്കുകൾ ഉണ്ടായിരുന്നു അല്ലെ? കറക്റ്റ് ആ വാക്കുകളാണോ മോള് പറഞ്ഞത്? ആ വാക്കുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അത് ഇംഗ്ലീഷിലായിരുന്നെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലേ? അതിന് ഈ വാക്കിന്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടും. അത് ഞാൻ കുറച്ച് വായിക്കാം. ഓക്കെ, അത്രയും വായിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അബൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്പെക്ട് ഫ്ലാഗ് ആൻഡ് ആന്തം. കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിക്കണം, നമ്മുടെ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തിനെയും നമ്മൾ ബഹുമാനിക്കണം. പിന്നെ ചെറിഷ് ഐഡിയാസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐഡിയാസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പിന്നെ അപ്ഹോൾഡ് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതിന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരില്ല. അപ്ഹോൾഡ് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഓക്കെ, ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. സാഹോദര്യത്തിനെ പറ്റിയിട്ട് ഇത്രയും പറഞ്ഞത്. നമ്മൾ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറയുന്ന ദിവസം അതൊരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? വെരി ഗുഡ്. ഒരു കാര്യം അതിനകത്ത് പറഞ്ഞു. പിന്നെയും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓക്കെ, മതി, അത്രയും മതി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അതിനകത്ത് പറയും അതിനകത്ത് സോഷ്യലിസം ഉണ്ട്, ഇക്വാലിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഭരണഘടന അഡോപ്റ്റ് ചെയ്തു എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്? നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി, നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമുക്കായിട്ട് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പരമാധികാര സ്ഥിതി സമത്വം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം, അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടന സഭയിൽ വെച്ച് 1949 നവംബറിന്റെ 26-ാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. വളരെയേറെ തയ്യാറെടുപ്പോടുകൂടി ഇവിടെ വന്ന നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഇത്ര നല്ല ഒരു ക്ലാസ് ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ശ്രീ വിഷ്ണുനാരായണന് മലയാളം മിഷൻ കൈക പഠന കേന്ദ്രത്തിന്റെ പേരിൽ ഹൃദയംഗമായ നന്ദി നേരുന്നു. സരിമ പപ്പ മദ മഹദ സന്നിധ